ഒരു ഉദ്ധരണി, ഒരു ജീവിതപാഠം, ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്ര. ഒരിക്കൽ സംഭവിച്ചത് ഒരു സംഭവമായിരിക്കാം, 2 തവണ ആവർത്തിച്ചത് ഒരു പാറ്റേൺ ആയിരിക്കാം. എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് വൺസ് ക്യാൻ നെവർ ഹാപ്പൻ അഗെയിൻ, ബട്ട് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ട്വൈസ് വിൽ ഷുവർലി ഹാപ്പൻ എ തേർഡ് ടൈം. ഇത് പറഞ്ഞത് ബ്രസീലിയൻ പ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയ്ലോ ആണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കൽ മാത്രം സംഭവിക്കും. നമ്മളതിനെ അനുഭവമായി ഓർക്കും. പക്ഷേ അതേ കാര്യം വീണ്ടും സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് ഒരു നിമിഷം നിർത്തി ചിന്തിക്കേണ്ടതുണ്ട്. ഇത് വെറും യാദൃശ്ചികതയാണോ അതോ ഒരു പാറ്റേൺ ആണോ? പൗലോ കൊയ്ലോ പറഞ്ഞത് ആവർത്തിക്കാം. എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് വൺസ് ക്യാൻ നെവർ ഹാപ്പൻ അഗെയിൻ, ബട്ട് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ട്വൈസ് വിൽ ഷുവർലി ഹാപ്പൻ എ തേർഡ് ടൈം. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു നിയമമല്ല, പക്ഷേ അതിനുള്ളിലെ ജീവിതജ്ഞാനം വളരെ ശക്തമാണ്. ആവർത്തനം നമ്മോട് എന്തോ പറയുന്നുണ്ട്. ഒരു യുവാവ് തൻ്റെ ഗുരുവിനോട് പരാതിപ്പെട്ടു, ഗുരു, എനിക്ക് എപ്പോഴും തെറ്റായ ആളുകളെയാണ് സുഹൃത്തുക്കളായി കിട്ടുന്നത്. ഗുരു ചോദിച്ചു, എത്ര തവണ ഇത് സംഭവിച്ചു? ഒരിക്കൽ. ഗുരു ഒന്നും പറഞ്ഞില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം യുവാവ് വീണ്ടും വന്നു. ഗുരു, വീണ്ടും അതേ കാര്യം സംഭവിച്ചു. ഗുരു ചോദിച്ചു, ഇത്തവണയും അതേ തരത്തിലുള്ള വ്യക്തിയാണോ? അതെ. ഗുരു പുഞ്ചിരിച്ചു. അപ്പോൾ ഇനി സുഹൃത്തുക്കളെ മാത്രം പരിശോധിക്കേണ്ടതില്ല. യുവാവ് അത്ഭുതപ്പെട്ടു. പിന്നെ? ഗുരു ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് വീണ്ടും അതേ പാറ്റേൺ തിരഞ്ഞെടുക്കുന്നത്? യുവാവ് നിശബ്ദനായി. ആദ്യമായി അവൻ പുറത്തുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം തിരഞ്ഞെടുപ്പുകളെ നോക്കാൻ തുടങ്ങി. അവൻ തിരിച്ചറിഞ്ഞു, താൻ വീണ്ടും വീണ്ടും ഒരേ സ്വഭാവമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അവരുടെ മുന്നറിയിപ്പ് അടയാളങ്ങൾ കണ്ടിട്ടും അവഗണിക്കുകയായിരുന്നു. അന്ന് ഗുരു പറഞ്ഞു, ജീവിതം ചിലപ്പോൾ ഒരേ പാഠം വീണ്ടും വീണ്ടും അയക്കുന്നില്ല. നാം ആദ്യത്തെ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ അതേ ലെസൻ്റെ മറ്റൊരു രൂപം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. ജീവിതം ചിലപ്പോൾ ഒരേ പാഠം വീണ്ടും വീണ്ടും നമ്മൾക്ക് തരുന്നില്ല. നാം ആദ്യത്തെ പാഠം പഠിച്ചില്ലെങ്കിൽ അതേ ലെസൻ്റെ മറ്റൊരു രൂപം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ഇന്നത്തെ യഥാർത്ഥ ടീച്ചിങ്. ഒരു തെറ്റ് സംഭവിക്കുന്നത് വലിയ പ്രശ്നമല്ല, അതിൽ നിന്ന് ഒന്നും പഠിക്കാതിരിക്കുകയാണ് പ്രശ്നം. ഒരിക്കൽ ഒരു ബന്ധം പരാജയപ്പെട്ടു. ശരി, രണ്ടാമതും അതേ പാറ്റേൺ ആവർത്തിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഒരു ജോലി വീണ്ടും വീണ്ടും ഒരേ രീതിയിൽ പരാജയപ്പെടുന്നു. ഒരു കോൺഫ്ലിക്റ്റ് വീണ്ടും വീണ്ടും അതേ രീതിയിൽ ഉണ്ടാകുന്നു. ഒരു സാമ്പത്തിക തീരുമാനം വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ചോദിക്കണം, എൻ്റെ ജീവിതം എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പാറ്റേൺ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ എന്താണ് ചെയ്യുന്നത്? അടുത്ത തവണ ഞാൻ എന്ത് മാറ്റം ചെയ്യാം? എന്താണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ എന്താണ് ചെയ്യുന്നത്? അടുത്ത തവണ ഞാൻ എന്ത് മാറ്റം വരുത്തണം? ഇതാണ് സെൽഫ് അവെയർനെസ്. പാറ്റേൺ തിരിച്ചറിയുന്നത് ഭാവി കൃത്യമായി പ്രവചിക്കാനല്ല, ഭാവിയെ കൂടുതൽ ബോധപൂർവം തിരഞ്ഞെടുക്കാനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഓർക്കൂ. ഒരേ തരത്തിലുള്ള കോൺഫ്ലിക്റ്റാണോ? ഒരേ തരത്തിലുള്ള ഡിസപ്പോയിൻമെൻ്റാണോ? ഒരേ തരത്തിലുള്ള പ്രോക്രാസ്റ്റിനേഷൻ ആണോ?
ഒരേ തരത്തിലുള്ള തെറ്റായ ചോയ്സാണോ? അതിനെക്കുറിച്ച് സ്വയം കുറ്റപ്പെടുത്തേണ്ട. പകരം ചോദിക്കൂ, ഈ ആവർത്തനം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ചെറിയ പരിശീലനം. ഒരു പേപ്പർ എടുക്കൂ, 3 തലക്കെട്ടുകൾ എഴുതൂ. സംഭവിച്ചത്, ഞാൻ ചെയ്ത പാറ്റേൺ, അടുത്ത തവണ മാറ്റുന്നത്. ഉദാഹരണം, ഒരു കോൺഫ്ലിക്റ്റ്, ഉടൻ പ്രതികരിച്ചു. അടുത്ത തവണ ആദ്യം കേൾക്കാൻ ശ്രമിക്കും. അത്രമാത്രം. ഒരു ചെറിയ മാറ്റം, ഒരു വലിയ പാറ്റേൺ മാറ്റത്തിൻ്റെ തുടക്കമിതാകാം. ഇന്നത്തെ ജീവിതപാഠം, ആവർത്തിക്കുന്ന സംഭവങ്ങളെ ശാപമായി കാണരുത്, അവയെ സന്ദേശങ്ങളായി വായിക്കാൻ പഠിക്കൂ. ഒരിക്കൽ സംഭവിച്ചത് ഒരു അനുഭവമായിരിക്കാം. 2 തവണ സംഭവിച്ചത് ശ്രദ്ധിക്കാനുള്ള ക്ഷണമായിരിക്കും. 3-മതും അതേ പാറ്റേൺ വരുന്നതിന് മുമ്പ് നമ്മുടെ ബോധം ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ജീവിതം നമ്മോട് എല്ലായ്പ്പോഴും വലിയ ശബ്ദത്തിൽ സംസാരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ ആവർത്തനത്തിലൂടെ അത് നമ്മോട് പറയുന്നു, ഇവിടെ നോക്കൂ, ഇവിടെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഇവിടെ എന്തെങ്കിലും പഠിക്കാനുണ്ട്. അതുകൊണ്ട് സംഭവങ്ങളെ മാത്രം കാണരുത്, പാറ്റേൺസ് കാണൂ. പാറ്റേൺസ് മാത്രം കാണരുത്, അതിനുള്ളിലെ ലെസനും കൂടെ കാണൂ. ലെസൺ കണ്ടാൽ തിരഞ്ഞെടുപ്പ് മാറ്റൂ. അപ്പോൾ ജീവിതം ആവർത്തിക്കുന്ന കഥയല്ലാതെ വളരുന്ന ഒരു യാത്രയായി മാറും. ദിവ്യജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന പാറ്റേൺസ് തിരിച്ചറിയാനുള്ള ബോധവും അവയിൽ നിന്ന് പഠിക്കാനുള്ള വിനയവും ആവശ്യമായിടത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ മാറ്റാനുള്ള ധൈര്യവും നമുക്ക് നൽകട്ടെ. നമ്മുടെ പഴയ പാറ്റേൺസ് നമ്മുടെ പുതിയ ജ്ഞാനത്തിന് വഴിമാറട്ടെ. ആത്മാ നമസ്തേ. ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നും, പ്രാണവിദ്യ സ്കൂൾ ഓഫ് ഹീലിംഗ്. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് മഹാത്മാ Chwakwakse and Ma Charlotte. Thank you. Namaste to you all, and thank you teachers. Namaste.